ശ്രീ കെ ജി ജ്യോതിർഘോഷ്, ഒരുപക്ഷെ താങ്കൾക്ക് ഓർമ്മയുണ്ടാകും, എം വി ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത സമയത്ത് പിണങ്ങി നിന്ന, പരിഭവിച്ചു നിന്ന ഇ പി ജയരാജനെ, യോഗങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന ഒരു ഇ പി ജയരാജൻ ഉണ്ടായിരുന്നു. പിന്നീട് കുറച്ചു കാലത്തിന് ശേഷമാണ് പാർട്ടി പരിപാടികളിലേക്കൊക്കെ അദ്ദേഹം തിരിച്ചു മടങ്ങി വന്നത്. ഇതിപ്പോൾ മാറി നിൽക്കുകയോ പരിഭവിച്ചു നിൽക്കുകയോ പിണങ്ങി നിൽക്കുകയോ ചെയ്യുകയല്ല, തുറന്നു പറയുകയാണ്, സ്വന്തം അഭിപ്രായം തുറന്നു പറയുകയാണ്, പാർട്ടി നിലപാടിനെതിരെ പരസ്യമായി വന്ന് പറയുകയാണ്. ഇതിനെ എങ്ങനെ വ്യാഖ്യാനിക്കണം? പിണറായി വിജയനെതിരായ ഒരു പടനീക്കമായി വ്യാഖ്യാനിക്കണം? തീർച്ചയായിട്ടും പിണറായി വിജയനെയും ശ്രീ എം വി ഗോവിന്ദനെയും ആ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റുക എന്ന ഒരു ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇതിനകത്ത് വിശേഷിച്ചും കണ്ണൂരിലെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മുതിർന്ന നേതാക്കൾ അവർ സംയുക്തമായി ആലോചിച്ച് തയ്യാറാക്കിയിട്ടുള്ള ഒരു പരിപാടിയുടെ ഭാഗം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വിഭാഗീയതയല്ല. വിഭാഗീയത വി എസിൻ്റെ കാലത്തുണ്ടായിരുന്ന വിഭാഗീയതയായിരുന്നു. ഇപ്പോൾ വിഭാഗീയതയല്ല. ഈ രണ്ട്, വിശേഷിച്ചും പിണറായിയെ മാറ്റിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എം വി ഗോവിന്ദൻ മാസ്റ്റർ മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് പിണറായി വിജയനെ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുക, നേതൃത്വത്തിൽ നിന്ന് മാറ്റുക. കാരണം പിണറായി വിജയനെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യങ്ങൾ സാധിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിന് ഈ വി എസുമായിട്ടുള്ള വിഭാഗീയതയുടെ സമയത്ത് പോലും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് മുഖ്യമന്ത്രി കസേരയായിരുന്നു. അവിടെ അദ്ദേഹം വളരെ വിദഗ്ധമായിട്ടെത്തി. ശരിക്കും പറഞ്ഞാൽ ക്ഷോഭമാർന്ന, നമ്മളൊക്കെ പല സന്ദർഭങ്ങളിലും വിചാരിച്ചിട്ടുണ്ട് പിണറായി വിജയൻ്റെ ഈ രാഷ്ട്രീയ എന്താ പറയുക ഭാവി കഴിഞ്ഞു എന്നൊക്കെ വിശ്വസിക്കുന്ന പല ഘട്ടങ്ങളുണ്ടായിട്ടുണ്ട്. അതിനെയൊക്കെ അദ്ദേഹം അതിജീവിച്ച് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തി. ഇപ്പം അദ്ദേഹം പ്രതിപക്ഷ നേതാവുമായി. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ല. അദ്ദേഹത്തിന് ശരിക്കും റിട്ടയർമെൻറ്റ് ഈ പാർട്ടിയുടെ ഈ നിലവിലുള്ള രീതി അനുസരിച്ചിട്ടാണ് റിട്ടയർമെൻറ്റിൻ്റെ കാലവും കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് പോലും അദ്ദേഹം ഇരിക്കുന്ന സ്ഥിതിയിൽ അദ്ദേഹത്തിനെ മാറ്റുക എന്നുള്ള ഒരു സിംഗിൾ പോയിൻ്റ് അജണ്ടയാണ് ഈ പാർട്ടിക്കകത്ത് നിലവിലുള്ളത്. ഇപ്പോൾ ഇതിനകത്ത് പാർട്ടി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ രണ്ടാം നിര നേതാക്കൾ ഇല്ല എന്നുള്ളത്. അതെന്തുകൊണ്ടില്ല എന്നുള്ളതും കൂടെ പഠന വിഷയമാക്കേണ്ടതാണ്. കാരണം ഈ രണ്ടാം നിരയും മൂന്നാം നിരയും ഇപ്പോൾ പാർട്ടിയിലുള്ള സകല നിരകൾക്കും ആശ്രിതത്വ സ്വഭാവം ഉള്ള നേതാക്കന്മാരാണ്. പിണറായിയിൽ ആശ്രിതരായിട്ടുള്ള നേതാക്കന്മാരാണ്. കാരണം വി എസ് പക്ഷത്ത് നിന്ന് ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു. അവരൊക്കെ കീഴടങ്ങി, അതുപോലെ പിണറായിയുടെ മുമ്പിൽ ഒന്ന് കീഴടങ്ങി ആ പക്ഷത്തേക്ക് ചേർന്നു. അങ്ങനെ എല്ലാവരും പിണറായിയുടെ ആശ്രിതരായി വന്നിട്ടുള്ളവരാണ് രണ്ടാം നിര മുതൽ താഴേക്കുള്ള നേതൃത്വങ്ങൾ മുഴുവൻ. അതുകൊണ്ടാണ് ഒരു നേതാവിന് ആ പാർട്ടിയിൽ നിന്ന് ഉയർന്നു വരികയോ അതല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായ ഭാഷ സംസാരിക്കാനുള്ള ശേഷിയോ ഇല്ലാതായി മാറിയിരിക്കുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. കഴിഞ്ഞ ഒരു 15 വർഷം എടുത്ത് നോക്കുക. മോശപ്പെട്ട അല്ലെങ്കിൽ ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയിൽ ഉപയോഗിക്കാൻ പറ്റാത്ത വാക്കുകളുടെ ഘോഷയാത്രയോ വാചകങ്ങളുടെ ഘോഷയാത്രയോ അല്ലാതെ ഒരു കൊച്ചു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു അഡോളസൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു കോളേജ് വിദ്യാർത്ഥിക്ക് ഏതെങ്കിലും ഒരു വാചകം ഏതെങ്കിലും ഈ നേതാക്കന്മാരുടെ വായിൽ നിന്ന് കേട്ടിട്ട് രണ്ടാമതൊന്ന് ആലോചിച്ച് ആ കുട്ടിയിലോ അല്ലെങ്കിൽ ആ യുവാവിലോ യുവതിയിലോ ഒരു പുതിയ ആശയം ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള ഒരു വാചകമെങ്കിലും പറയാൻ ശേഷിയുള്ള ഏതെങ്കിലും ഒരു നേതാവ് ഇന്ന് നിലവിലുണ്ടോ? അവർ മൈക്കിൻ്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ ദൂഷ്യങ്ങളും കുറ്റങ്ങളും പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ വേറെ പാർട്ടിയാണ്, അതുപോലെയല്ല ഞങ്ങൾ. മറ്റുള്ളവരുടെ ശരിക്കും പറഞ്ഞാൽ ഈ നീളൻ സീരിയലുകളിലെ അമ്മായിയമ്മ മരുമകൾ പോരുണ്ട്. ആ പോരുകൾ പോലുള്ള ആ ഒരു സംഭാഷണ രീതിയാണ് എല്ലാ വേദികളിലും നമ്മൾ കേൾക്കുക. മറ്റുള്ളവരുടെ ഇത് നമ്മുടെ കേരള സമൂഹത്തിൽ തന്നെ വലിയ അപകടം ഉണ്ടായിട്ടുണ്ട്. കാര്യം കുടുംബങ്ങളിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നൊരു സ്വഭാവം വന്ന് തമ്മിലടിയായി കേരളത്തിൻ്റെ കുടുംബ വ്യവസ്ഥ പോലും തകരുന്ന ഒരവസ്ഥയിലേക്ക് എത്തി നിൽക്കുക ചെയ്യുന്നത് സാംസ്കാരികമായിട്ട്. അപ്പോൾ ഇതൊക്കെ അതാണ് ഞാൻ പറഞ്ഞത്. ഒരു നല്ല വാചകം പോലും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കുക. ഏതെങ്കിലും ഒരു മോശപ്പെട്ട വാചകങ്ങളല്ലാതെ ഏതെങ്കിലും ഒരു നല്ല വാചകം. ഇപ്പോൾ പണ്ട് EMS ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് കാത്തിരിക്കുമായിരുന്നു. കാര്യം എന്തെങ്കിലും ഒരു സാധനം കിട്ടും. ഇന്ത്യയെ രക്ഷിക്കാൻ കഴിയാത്തവർക്ക് എങ്ങനെ ഇന്ത്യയെ രക്ഷിക്കാൻ കഴിയും? ഇപ്പോഴും നമ്മുടെ മനസ്സിലൊക്കെ അതിൻ്റെ ഒരു ഭംഗിയുണ്ട്, ആ കോയിനേജിൻ്റെ ഭംഗിയുണ്ട്. അതുപോലെ ഒരു സംഗതി പോലും ഇവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ആകെ ഉണ്ടാക്കാൻ കഴിഞ്ഞത് LDF അല്ലാതെ അല്ലെങ്കിൽ പിണറായി അല്ലാതെ മറ്റാരുണ്ട് എന്നുള്ള സംഗതി. അവിടെയാണ് ഇതിൻ്റെ ദാരിദ്ര്യം. ഇതിൻ്റെ ആന്തരികമായ ദാരിദ്ര്യം എന്ന് പറയുന്നത് സാംസ്കാരികമായ ദാരിദ്ര്യമാണ്. ഈ സാംസ്കാരികമായ ദാരിദ്ര്യത്തെ ഒരു സുപ്രഭാതത്തിലോ അതല്ലെങ്കിൽ ഒരു മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ നേരിടാൻ പറ്റത്തില്ല. അത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. അല്ലെങ്കിൽ ആ സാംസ്കാരികമായ അവസ്ഥയെ അതിനെ വിപരീത അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ ശേഷിയുള്ള ഒരു നേതാവ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പാർട്ടിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ.
അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ VS എന്തുകൊണ്ടാണ് VS പറഞ്ഞതുപോലെ 80കളുടെയൊക്കെ അവസാനത്തിൽ VS ഒരു മനുഷ്യരോടും ചിരിക്കാത്ത അസംബ്ലിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ അവറൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ ലൈബ്രറിയിൽ പോയിരുന്ന് ഈ ക്വസ്റ്റ്യൻ്റെ ഡീറ്റെയിൽസ് നോക്കും. അന്നൊന്നും VS ആരോടും നോക്കത്തില്ല, VS ചിരിക്കില്ല, ഇങ്ങനെ ഒന്നും ചെയ്യില്ല. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ VSന്റെ നിലപാടും സ്വഭാവവും രീതികളും പാടെ മാറ്റാൻ തീരുമാനിച്ചു. ആ മാറ്റി അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തിയും വാചകങ്ങളും ജനങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി. ജനങ്ങളുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തിയപ്പോൾ ജനങ്ങൾ അദ്ദേഹത്തെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഏറ്റെടുത്തു. അതുവരെ അരോചകമായിരുന്ന VSന്റെ പ്രസംഗത്തിൻ്റെ ശൈലി കേരളത്തിലെ ജനങ്ങൾ സംഗീതം പോലെ ആസ്വദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ അവിടെയാണ് VSനുണ്ടായ ഒരു മാറ്റം വരുന്നത്. അതുപോലെ VSനെ പോലെ ആകണമെന്നല്ല പറഞ്ഞത്. ഒരു പുതിയ ആശയം വയ്ക്കുന്ന ഒരു രീതിയിൽ സംസാരിക്കുന്ന വ്യക്തി, ഒരു പുതിയ ആശയം മുമ്പോട്ട് വയ്ക്കുന്ന വ്യക്തി. ഈ മാറുന്ന കാലമാണ്. ഈ കാലത്തെ എങ്ങനെ നമുക്ക് അഭിമുഖീകരിക്കാം? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുന്നു, ഇതിനെ എങ്ങനെ നമുക്ക് മനുഷ്യൻ്റെ ഇൻ്റലിജൻസിനെ മുകളിലേക്ക് സ്ഥാപിക്കാം? ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളും സംഭാഷണങ്ങളും വരുമ്പോഴാണ് രാഷ്ട്രീയം സംഭവിക്കുന്നത്. അല്ലാതെ മറിച്ച് സ്റ്റേജിൽ കയറി നിന്ന് മറ്റവരെ മുഴുവൻ തെറി പറയുക, അവർ ഇങ്ങനെയാണ് അങ്ങനെയാണ്, ഒരു വളരെ അധമരാക്കി ചിത്രീകരിക്കുകയും അവരെ അധമരാക്കിക്കൊണ്ട് ഞങ്ങളെ നോക്കൂ, ഞങ്ങൾ എത്ര മാന്യന്മാർ, നിങ്ങൾ ഞങ്ങളെ സ്വീകരിക്കൂ, നിങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ ഞങ്ങളെ പരാജയപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു സാംസ്കാരികമായ അവസ്ഥയിലേക്ക് ഈ പാർട്ടി എത്തിയിരിക്കുന്നു. ആ പ്രതിസന്ധി പാർട്ടിയുടെ മാത്രം പ്രതിസന്ധിയല്ല, കേരളത്തിന്റെ മുഴുവൻ പ്രതിസന്ധിയാണത്.